നമുക്ക് LDF കൺവീനർ പറയുന്ന ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ BJP ജയിക്കാനിടയായി. ആ 3 മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്താണ്. കേരളത്തിൽ ഒരു 30 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും BJPയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. അതായത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനും അതുപോലെ ഇപ്പോൾ LDF കൺവീനറായ TP രാമകൃഷ്ണനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഈ പറയുന്ന നേതാക്കൾക്ക് വിവരമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അതിന് മറുപടി പറയാതെ മാറി നിൽക്കുകയാണ്. ഇനിയും ഇവരെ ഇങ്ങനെ വിട്ടാൽ മലയാളികളെല്ലാം മണ്ടന്മാരും ഇവർ 3-4 ആളുകൾ മാത്രം എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അതിവിടെ നടക്കും എന്നുള്ള രീതിയായി മാറും. അതായത് BJP ജയിച്ച 3 നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. ആ 3 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ആണ് 3-ാം സ്ഥാനത്ത് എന്ന് എല്ലാ വേദികളിലും പറഞ്ഞു നടക്കുന്ന ഈ നേതാക്കൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ അതിൻ്റെ പേരിൽ കബളിപ്പിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് പോകുന്ന UDFൻ്റെ വോട്ടുകൾ കൊണ്ടാണ് BJP 1-ാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് പറഞ്ഞു നടക്കുകയാണ് ഈ നേതൃത്വം. അത് നമുക്കറിയാം. ഈ ആടിനെ പട്ടിയാക്കുകയും ആ പട്ടിയെ പിന്നീട് പേപ്പട്ടിയാക്കി ഇവർ തന്നെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ഒരു രീതിയാണ്. എന്നാൽ കളിച്ച തോന്നിയാസത്തിനും നടത്തിയ അഴിമതിക്കും തട്ടിപ്പിനുമെല്ലാം ജനങ്ങൾ നല്ല മറുപടി കൊടുത്തിട്ടും ആ ജനങ്ങളെ വരെ ഇത്തരത്തിൽ കള്ളന്യായങ്ങൾ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് നമുക്കങ്ങനെ കണക്കുകൾ വെച്ച് വിലയിരുത്താം. അതായത് കഴക്കൂട്ടം, ചാത്തന്നൂർ, നേമം എന്നീ 3 മണ്ഡലങ്ങളിലാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥികൾ MLA-മാരായി ജയിച്ചു വന്നത്. അതിൽ 3ഇടത്തും BJP 1-ാം സ്ഥാനത്തെത്തുമ്പോൾ UDF 3-ാം സ്ഥാനത്ത് വന്നത് അവർ തമ്മിലുള്ളൊരു കൂട്ടുകെട്ടാണ് എന്ന പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്ന പണിയാണ് CPM-ൻ്റേത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആ കണക്കിലേക്ക് വരാം. ആദ്യം കഴക്കൂട്ടം മണ്ഡലം തന്നെ എടുക്കാം. കേരളത്തിലെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കേന്ദ്രത്തിലെ മുൻ മന്ത്രിയായിരുന്ന V മുരളീധരനോട് ഇത്തവണ തോറ്റ മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടെയും UDF BJP ബന്ധമാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് 2021 തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് BJPയുടെ ശോഭാ സുരേന്ദ്രനോട് ജയിക്കാനായത് 23,497 വോട്ടുകൾക്കായിരുന്നു. ഏകദേശം 1,00,000-നടുത്ത് ഭൂരിപക്ഷമാണ് ആ CPM നേതാവിന് ലഭിച്ചത്. അന്ന് കോൺഗ്രസിലെ SS ലാലായിരുന്നു അവിടെ 3-ാം സ്ഥാനത്ത്. എന്നാൽ ഇത്തവണ അതേ മണ്ഡലത്തിൽ അതേ സ്ഥാനാർത്ഥി നിന്നപ്പോൾ V മുരളീധരൻ എന്ന BJP നേതാവ് ഇതേ കടകംപള്ളിയെ തോൽപ്പിക്കുന്നത് 428 വോട്ടുകൾക്കാണ്. ഇനിയാണ് കണക്കുകൾ വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടത്. അതായത് 2021 ജയിച്ച CPM-ൻ്റെ കടകംപള്ളി സുരേന്ദ്രന് കിട്ടിയത് 63,690 വോട്ടുകളായിരുന്നു. എന്നാൽ 2026 അതേ കടകംപള്ളിക്ക് കിട്ടിയത് 46,136 വോട്ടുകളാണ്. അപ്പോൾ 2021 ആകെ കിട്ടിയ വോട്ടുകളിൽ നിന്ന് 17,500ഓളം വോട്ടുകൾ CPM-ൻ്റെ കടകംപള്ളിക്ക് നഷ്ടപ്പെട്ടു. അതേ ചിഹ്നം, അതേ സ്ഥാനാർത്ഥി, എന്നിട്ടും 17,500ഓളം വോട്ടുകൾ ആർക്കാണ് CPM നൽകിയത് എന്ന് ചോദിച്ചാൽ അത് BJPക്ക് തന്നെയാണ്. അങ്ങനെയാണ് 2021 40,193 വോട്ടുകൾ ഉണ്ടായിരുന്ന BJPക്ക് 26 അത് ജയിക്കാൻ 46,564 വോട്ടുകളായി അത് കൂടിയത്. കോൺഗ്രസിനാകട്ടെ 2021 കിട്ടിയ 33,995 വോട്ട് അത് 26 എത്തുമ്പോൾ 37,183 വോട്ടായി വർദ്ധിച്ചു. ഏകദേശം 3,500ഓളം വോട്ടുകൾ വർദ്ധിച്ചു. അപ്പോൾ CPM-ൻ്റെ വോട്ടുകൾ BJPക്ക് നൽകിയിട്ടാണ് ഈ വോട്ടുകൾ വർദ്ധിപ്പിച്ച UDF-നെ പുലഭ്യം പറയുന്നത്. ഇനി ചാത്തന്നൂരിലേക്ക് വരാം. 2021 LDF MLA ജയലാൽ 17,206 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ് ചാത്തന്നൂർ. ഇത്തവണ BJPയിലെ BB ഗോപകുമാർ 4,398 വോട്ടുകൾക്ക് ജയിച്ചു. അതിലും കുറ്റം പറയുന്നത് UDF-ന് തന്നെയാണ്. എന്നാൽ അവിടുത്തെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണ്. 2021 LDF നേടിയത് 59,296 വോട്ടുകൾ. എന്നാൽ
അതേ LDF 26 എത്തുമ്പോൾ 47,525 വോട്ടുകളായി കുറഞ്ഞു. സ്ഥാനാർത്ഥിയായത് നാട്ടിലെ തന്നെ പ്രമുഖ CPI നേതാവ് രാജേന്ദ്രനാണ്. എന്നാൽ 2021 BJP സ്ഥാനാർത്ഥിയായിരുന്ന ഗോപകുമാർ നേടിയത് 42,000 വോട്ടുകളാണെങ്കിൽ അത് ഇത്തവണ 26 എത്തുമ്പോൾ 51,923 വോട്ടുകളായി വർദ്ധിച്ചു. അങ്ങനെ LDFന്റെ 8,000-ഓളം വോട്ടുകൾ കുറയുമ്പോൾ BJPക്ക് 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചു. UDFിലെ സൂരജ് രവിക്കാണെങ്കിൽ വോട്ടുകൾ വർദ്ധിച്ചു. അതായത് 21 UDFന് ലഭിച്ചത് 34,000 ചില്ലാനം വോട്ടാണെങ്കിൽ 26 അത് 35,276 വോട്ടുകളായി വർദ്ധിച്ചു. LDF വോട്ടുകൾ കൊണ്ടുപോയി BJPക്ക് കൊടുത്തിട്ട് പിന്നെയും എങ്ങനെയാണ് UDF BJP ബന്ധം ആരോപിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് CPM നേതാക്കൾ. ഇനി ഏറ്റവും വലിയ കൊമ്പന്മാർ കൊമ്പുകോർത്ത നിയമത്തേക്ക് വരികയാണെങ്കിൽ അവിടെ സംഭവിച്ചത് മന്ത്രിയായിരുന്ന ശിവൻകുട്ടിക്ക് 21 ലഭിച്ചത് 55,837 വോട്ടുകളായിരുന്നു. എന്നാൽ 26 എത്തുമ്പോൾ അത് 50,214 വോട്ടായി കുറഞ്ഞു. 21 കുമ്മനത്തിന് 51,888 വോട്ടുകൾ കിട്ടിയപ്പോൾ 26 എത്തുമ്പോൾ BJPയുടെ ധനാഢ്യനും സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരന് 57,192 വോട്ടുകളായി അത് വർദ്ധിച്ചു. അതിനർത്ഥം കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് കിട്ടിയ 3,500 വോട്ടുകളും ഒപ്പം പുതുതായി വർദ്ധിച്ച വോട്ടുകളും കൊണ്ടുപോയി BJPക്ക് കൊടുത്തിട്ട് അവിടെയും കോൺഗ്രസിനെയും UDFിനെയും അസഭ്യം പറയുകയാണ് ഈ CPM നേതാക്കൾ. പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശബരിനാഥന് മുരളീധരന് കിട്ടിയതിനേക്കാളും 6,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മുരളീധരൻ എന്ന ലീഡർക്ക് മാത്രം ആ മണ്ഡലത്തിലുള്ള സ്വാധീനമാണ്. അത് നോക്കുകയാണെങ്കിൽ 2016 UDF സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻപിള്ളക്ക് കിട്ടിയത് 14,000 വോട്ടുകളായിരുന്നു. അതിനെയാണ് ശബരിനാഥൻ 30,000 വോട്ടിലേക്ക് എത്തിച്ചത്. സത്യത്തിൽ BJP ജയിച്ച ഈ 3 മണ്ഡലങ്ങളിലും LDFന്റെ പ്രത്യേകിച്ച് CPM പ്രമുഖരുടെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞ് അവിടെ BJPക്ക് വോട്ടുകൾ വർദ്ധിക്കുകയായിരുന്നു. UDF സ്ഥാനാർത്ഥികൾക്ക് എല്ലായിടത്തും വോട്ടുകൾ വർദ്ധിക്കുകയും എന്നാൽ LDF സ്ഥാനാർത്ഥികൾക്ക് ഗണ്യമായി വോട്ടുകൾ കുറഞ്ഞ് അത് BJP സ്ഥാനാർത്ഥിക്ക് പോയതും മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്നത് കേരളം അറിയുക തന്നെ വേണം. കള്ളം പറഞ്ഞും കൊള്ള നടത്തിയും ജനങ്ങളെ പച്ചക്ക് പറ്റിച്ചും പൊതുമുതൽ കൊള്ളയടിച്ചും നടന്നവർക്ക് ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് ഈ തോൽവി. അതിൻ്റെ ബാക്കിയെന്നോണം പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും വീടുകളിലും അടുക്കളകളിലും ഇപ്പോഴും അന്വേഷണ സംഘം അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പിണറായിയും കാര്യസ്ഥന്മാരും വന്ന് ഇപ്പോഴും കള്ളക്കഥയുമായി ഇങ്ങനെ പറയുന്നത്.